ഋഷിമാർ നിർമ്മിച്ച എല്ലാ ഗ്രന്ഥവും പഠിച്ച ആളാണ് സൂതൻ. പഠിച്ചിട്ടുണ്ട്, അത് മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കാനറിയാം, പറഞ്ഞ് മനസ്സിലാക്കാനറിയാം. അങ്ങനെയുള്ള ആളാണ് വലിയ സത്രത്തിൽ നൈമിഷാരണ്യത്തിൽ വന്നു ചേർന്നത്. മറ്റെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴാണ് ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്. എല്ലാ ശാസ്ത്രങ്ങളിലെ സാരം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എല്ലാ ശാസ്ത്രങ്ങളിലും ഭക്തി ഉണ്ടാവണമെന്നാണ് പറഞ്ഞേക്കണേന്ന് പറഞ്ഞു. ഭക്തി ഉണ്ടാവലാണ് പഞ്ചമ പുരുഷാർത്ഥാഹ ഭക്തി. സ്വതേ 4 പുരുഷാർത്ഥങ്ങളാണെങ്കിലും ഭക്തിശാസ്ത്രത്തിൽ പറയണു അഞ്ചാമത്തെ പുരുഷാർത്ഥം, 4 പുരുഷാർത്ഥം 5 ഉണ്ട്, അത് ഭക്തിയാണ്. അതുണ്ടായിക്കഴിഞ്ഞാൽ മറ്റൊന്നിലും താല്പര്യമുണ്ടാവില്ല. എല്ലാം ലഭിച്ചു കഴിഞ്ഞു, പുരുഷാർത്ഥങ്ങൾ മുഴുവായി എന്ന്. അപ്പോഴാണ് പറഞ്ഞത് എന്നാൽ വേദാന്തത്തിലൊന്നും ഭഗവാനെ ഭജിക്കാമെന്നോ ഭക്തി എന്നൊന്നും പറയണില്ലോ, അതിൽ ബ്രഹ്മത്തിൽ മനസ്സ് വയ്ക്കാമെന്നല്ലേ പറയണേന്ന് ചോദിച്ചപ്പോൾ ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ഗീയതേ ആത്മാവാ ഹരേ ദ്രഷ്ടവ്യാ ശ്രോതവ്യോ മന്തവ്യോ നിരിധ്യാവിതസ്യ. വേദങ്ങളിലൊക്കെ പറയണു ആത്മാവിനെക്കുറിച്ച് കേൾക്കണം, ആത്മാവിൽ മനസ്സ് വയ്ക്കണം, ആത്മാവാണ് സാക്ഷാത്കരിക്കേണ്ടതെന്നൊക്കെ. പുരാണങ്ങളിലൊക്കെ പറയണു ഭഗവാനാണ്, പേര് മാത്രമേ ഉള്ളൂ, വാസ്തവത്തിൽ ഒന്നാണ്. ഏകം സത് വിപ്ര ബഹുധാ വദന്തി ഇന്ദ്രം മിത്രം വരുണം അഗ്നിം ആഹുഹു. ഇന്ദ്രൻ, മിത്രൻ, വരുണൻ, ഇങ്ങനെ എത്രയോ 100 കണക്കിന് ദേവതകളുടെ പേര് പറയുന്നുണ്ട്. ഇതൊക്കെ ഒന്നിൻ്റെ പേര് തന്നെയാണെന്ന് പറയും, പല പേരുകളെന്നുള്ളത്. ഗുണങ്ങൾ കർമ്മങ്ങൾ വച്ചാണ് പല പേരുകൾ ഉണ്ടാവുന്നത്. ഭഗവാന്റെ സഹസ്രനാമം ജപിക്കുന്നു. 1000 നാമം ജപിച്ചപ്പോൾ ഭഗവാൻ 1000 മാറിയില്ല, ഒരേ ഭഗവാൻ. മറ്റെല്ലാം തന്നെ ആ ഭഗവാന്റെ വിശേഷണങ്ങൾ. അതുപോലെയാണ് വേദത്തിലൊക്കെ ആത്മാ ബ്രഹ്മം എന്നൊക്കെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ, എല്ലാം ഒന്ന് തന്നെയാണെന്നുള്ളത്. എന്താ മനുഷ്യൻ്റെ പരമമായിട്ടുള്ള കർത്തവ്യം? എന്ത് ചെയ്താലാണോ മനസ്സിന് നല്ല തൃപ്തി വരിക അതാണ് ശരിയായിട്ടുള്ള ധർമ്മം. ധർമ്മം എന്ന് പറഞ്ഞാൽ കർത്തവ്യം എന്നാണ് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറേ കാലം ജീവിച്ചു എന്തൊക്കെയോ ചെയ്തുകൊണ്ട് മനസ്സിന് ഒരു തൃപ്തി വരുന്നില്ലെങ്കിൽ എന്താ അർത്ഥം? അതേവരെ ചെയ്തൊന്നും വേണ്ട പോലെ ആയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അല്ല നല്ല തൃപ്തനാണെങ്കിലോ, ഞാൻ വേണ്ടതൊക്കെ ചെയ്തു എന്നൊരു ബോധമുണ്ടെങ്കിലോ, എന്നാൽ അതേവരെ ചെയ്തൊക്കെ ശരിയാണ്. അപ്പോൾ നമ്മുടെ മനസ്സ് തന്നെ പറയും ശരിയാണോ തെറ്റാണോ, വേണ്ട ചെയ്തോ ഇല്ലയോ എന്നൊക്കെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ശരിയായിട്ടുള്ള ഭഗവാനിൽ ഭക്തി ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്താൽ മാത്രമേ ശരിയായിട്ടുള്ളൊരു തൃപ്തി വരുള്ളൂ. അതിനല്ലേ കായേന വാച മനസ്സ ഇന്ദ്രിയേർവ എന്തുണ്ടെങ്കിലും ഇതാ സമർപ്പയാമി എന്ന് പറയുന്നത്. ആ ഒരവസ്ഥയിൽ മാത്രമേ ശരിയായിട്ടുള്ള സുഖം കിട്ടുള്ളൂ എന്നുള്ളൂ. അപ്പോൾ മനസ്സിന് ഭഗവാന് സമർപ്പിച്ച് മനസ്സിന് സന്തോഷം കിട്ടുന്ന ധർമ്മങ്ങളാണ്, കർത്തവ്യങ്ങളാണ് ശരിയായിട്ടുള്ള കർത്തവ്യങ്ങൾ എന്നുള്ളത്. ഭഗവാൻ എന്തിന് അവതരിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എപ്പോഴും പറഞ്ഞിട്ടില്ലേ പരിത്രാണായ സാധൂനാം. ഇതിനാണ് ഭഗവാന്റെ അവതാരം. വഴിതെറ്റിപ്പോകുന്ന ആളുകൾ എന്താണ് കർത്തവ്യം എന്നറിയാതെ വഴിതെറ്റിപ്പോയാൽ ലക്ഷ്യത്തിലെത്തില്ല, നടന്ന് ക്ഷീണിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ശരിയായിട്ടുള്ള മാർഗം കാണിച്ചു തരാനാണ് ഭഗവാന്റെ ഉപദേശം. വേദത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അത് ജനങ്ങൾ മറന്നു പോയി വഴിതെറ്റിപ്പോകുമ്പോൾ ശരിക്കുള്ളത് കാണിച്ചു തരാനാണ് ഭഗവാന്റെ അവതാരം. കൃഷ്ണാവതാരം വിശേഷിച്ച് പ്രത്യേകിച്ച രീതിയിൽ മറ്റുള്ള അവതാരങ്ങൾ പോലെ അല്ലാതെ എല്ലാവരെയും അനുഗ്രഹിക്കാനാണ്. അതാണ് അത്ഭുത ലീലകളും ഇതെല്ലാം തന്നെ എന്ന് പറയും. ഇത് കഴിഞ്ഞപ്പോഴാണ് ഭഗവാന്റെ വിശേഷ കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ സൃഷ്ടി സ്ഥിതി സംഹാരം ഇതാണ് ഭഗവാന്റെ കർമ്മങ്ങൾ. ഒരേ ഭഗവാൻ തന്നെ രജോഗുണം സ്വീകരിച്ച് ബ്രഹ്മരൂപത്തിൽ നിന്ന് സൃഷ്ടി നടത്തും. അതേ ഭഗവാൻ തന്നെ സത്വഗുണം സ്വീകരിച്ച് വിഷ്ണു രൂപത്തിലിരുന്ന് സർവവ്യാപിയായിട്ടിരുന്നുകൊണ്ട് രക്ഷ നടത്തും. സൃഷ്ടിച്ചതിനെ മുഴുവൻ സംഹരിക്കും ഹരനായിട്ടിരുന്നുണ്ട്. അപ്പോൾ ഒരേ ഭഗവാൻ തന്നെ 3 പ്രവൃത്തി ചെയ്യണം. അപ്പോൾ 3 പേരുണ്ടായി. ഹരി വിരിഞ്ചി ഹരേതി സംജ്ഞാഹ എന്നുള്ളൂ. എല്ലാ വാസ്തവത്തിലും ഒരു ഭഗവാൻ തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാ ഇതൊക്കെ സൃഷ്ടിക്കണമെന്നാണെങ്കിൽ
ജീവന് കർമ്മവാസനകളുണ്ടാവും. അതനുഭവിച്ച് തീർക്കാനായിട്ട് പല ശരീരങ്ങളും കൊടുത്ത് ഓരോ ശരീരത്തിലിരിക്കുമ്പോൾ ജീവന് ഓരോ അനുഭവം, അങ്ങനെ ഇത് അനുഭവിപ്പിക്കാനാണ് ഈ ശരീരങ്ങളൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ കുറേ ശരീരങ്ങൾ കിട്ടിക്കഴിഞ്ഞ് മനുഷ്യ ശരീരം കിട്ടുമ്പോൾ വിശേഷമായിട്ട് ഗുരുവാക്യമൊക്കെ സ്മരിച്ച് ഭഗവാനെ സ്മരിക്കാനും എല്ലാനായിട്ട് പറ്റും. ഇതിനു വേണ്ടിയിട്ടാണ് മനുഷ്യന്മം കിട്ടിയത് തന്നേക്കുന്നത്. പാഴാക്കരുത് ജീവൻ എന്ന് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഇനിയെല്ലാം നിങ്ങളുടെ ധർമ്മങ്ങൾ ആരെ ആശ്രയിച്ച് നിൽക്കണമെന്ന് ചോദിച്ചപ്പോഴാണ് ഉദ്ധവർ പ്രാർത്ഥിച്ചനുസരിച്ച് ഭഗവാൻ ഭാഗവതത്തിലേക്കാണ്, ഭാഗവതമാകുന്ന സമുദ്രത്തിലേക്കാണ് അന്തർധാനം ചെയ്തത്. അപ്പോൾ ഭാഗവത ശ്രവണം കൊണ്ട് എല്ലാം അറിയാൻ പറ്റും, നമ്മുടെ എല്ലാ സംശയങ്ങളും തീരും. ഭഗവാന്റെ വാക്കുകൾ തന്നെയാണെന്ന് പറഞ്ഞു. ഭഗവാൻ തൻ്റെ രൂപം മറച്ചുവല്ലോ, ഇനി എങ്ങനെയാണ് ധർമ്മതത്വം അറിയാമെന്ന് വിഷമിക്കേണ്ട, ഭാഗവത്തെ ആശ്രയിച്ചാൽ മതി. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷാഹ കൃഷ്ണ ഏവഹി എന്ന് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഏതായാലും നിങ്ങളുടെ എല്ലാ സംശയവും തീർത്തു തരാം. സോഹം വ ശ്രാവയിഷ്യാമി യഥാതീതം യഥാമതി. എല്ലാ ശാസ്ത്രങ്ങളിലെ സാരമായ ഭാഗവതം അവസാനം വ്യാസഭഗവാൻ നിർമ്മിച്ചതാണ്. അത് കേൾപ്പിച്ചു തരാമെന്ന് പറഞ്ഞപ്പോഴാണ് എവിടെ വെച്ച് നിർമ്മിച്ചു, എപ്പോഴെന്നൊക്കെ ചോദിച്ചു. സരസ്വതി നദിയുടെ പടിഞ്ഞാറെ തീരം അവിടെ ഇരുന്നുകൊണ്ടാണ് ഭഗവാൻ വേദങ്ങളൊക്കെ വിഭജിച്ച് പുരാണങ്ങളും അതുപോലെ എല്ലാം ഒന്നിച്ച് കിടന്നിരുന്നു. അങ്ങനെയാവുണ്ട്. പുരാണങ്ങളൊന്നും വ്യാസഭഗവാൻ പുതിയതായിട്ട് നിർമ്മിച്ചല്ല, അതിനൊക്കെ വേർതിരിച്ചു എന്നാണ്. ഭഗവാന്റെ മുഖത്തുനിന്ന് തന്നെ മറ്റ് വേദങ്ങളൊക്കെ ഉണ്ടായ, ശാസ്ത്രങ്ങൾ ഉണ്ടായ പോലെ പുരാണങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം കൂടി ഒന്നിച്ച് കിടക്കുക. അപ്പം നമുക്ക് എങ്ങനെ തിരിച്ചെടുക്കാം? അനേക ഗ്രന്ഥങ്ങൾ ഒന്നിച്ചു കൂടി കിടന്നാൽ ഓരോന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒക്കെ വേർതിരിച്ചു പഠിക്കാൻ സൗകര്യത്തിന്. ഋഗ്യജുസ് സാമധർമ്മം, അതുപോലെ തന്നെ പുരാണങ്ങൾ, സാത്വികങ്ങളായിട്ടുള്ള രാജസങ്ങൾ, താമസങ്ങൾ, വൈഷ്ണവങ്ങൾ, ശൈവങ്ങൾ, ഇങ്ങനെയൊക്കെ വേർതിരിച്ചു. അപ്പോൾ പഠിച്ചെടുക്കാൻ വളരെ സൗകര്യമായി. ഏത് വേണമെങ്കിലും അവനവന് ഇഷ്ടമുള്ളത് ഒരു ഗ്രന്ഥമായിട്ട് തിരഞ്ഞെടുക്കാം. മറ്റത് പറ്റില്ല, ഇതെല്ലാം കൂടി വേണം. അങ്ങനെ ഒരവസ്ഥ, അതാണ് ഭഗവാൻ ചെയ്തത്. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്തോ ഒരു തൃപ്തി വരുന്നില്ല. ഒക്കെ ലോകോപകാരത്തിന് വേണ്ടി സ്ഥിതിയാണെങ്കിലും ഒരു തൃപ്തി വരാതിരിക്കുമ്പോഴാണ് നാരദ മഹർഷി അവിടെ വന്നു ചേർന്നു. അങ്ങ് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും എന്താ അവിതൃപ്തനെ പോലെ കാണുന്ന, ഒരു തൃപ്തിയില്ലാത്ത ആളെ പോലെ ഞാൻ ചോദിച്ചു. അങ്ങ് പറഞ്ഞൊക്കെ ശരിയാണ്, ലോകത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്തു, ഒരു തൃപ്തി വരുന്നില്ല. അതിന് കാരണം തന്മൂലം അവ്യക്തം അഗാധബോധം പൃച്ഛാമഹേ ത്വ ആത്മഭവ ആത്മഭൂതം. അങ്ങ് ബ്രഹ്മപുത്രനാണ്, എല്ലാം അറിയുന്ന ആളാണ്, അങ്ങ് പറഞ്ഞു തരണം എൻ്റെ അതൃപ്തിക്കുള്ള കാരണം എന്ന് പറഞ്ഞു. യഥാധർമാദയശ്ചാർത്ഥാഃ മുനിവര്യാനുകീർത്തിതാഃ ന തഥാ വാസുദേവസ്യ മഹിമാ ഹി അനുവർണിതാഃ. ധർമാർത്ഥ കാമ മോക്ഷങ്ങളെക്കുറിച്ച് അങ്ങ് വളരെ വിസ്തരിച്ച് പ്രതിപാദിച്ചു. സ്മൃതി ഗ്രന്ഥങ്ങളിലൊന്നും പറയാത്ത പോലും അതിനെപ്പോലെ അങ്ങ് വ്യാഖ്യാനിച്ചു, എല്ലാം ചെയ്തു കഴിഞ്ഞു. പക്ഷെ അങ്ങ് ഭാഗവതധർമ്മം വേണ്ടത്ര പറഞ്ഞില്ല. ഭവത അനുദിതപ്രായം, പറഞ്ഞിട്ടുണ്ടെങ്കിലും പറയാത്ത പോലെയാണ്. കാരണം വ്യംഗ്യമായിട്ടാണ് അങ്ങ് പറഞ്ഞേക്കുന്നത്. വ്യംഗ്യമായിട്ട് പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല, അവർക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പം എന്താ പറയേണ്ടത്? നാരായണായേതി സമർപ്പയേത് തത്. ഇതെങ്ങും പറഞ്ഞിട്ടില്ല. ധർമ്മങ്ങളൊക്കെ പറഞ്ഞു, ഭഗവാൻ സമർപ്പിക്കേണ്ടതാണെന്നും പലക്കിലും പറഞ്ഞു. പക്ഷേ എല്ലാ കർമ്മങ്ങളും ഭഗവാൻ സമർപ്പിക്കുമെന്ന് അങ്ങ് വ്യക്തമായിട്ട് പറഞ്ഞാൽ മാത്രമേ ഈ കലികാലത്തുള്ള ആൾക്ക്, വരാൻ പോണ യുഗത്തിലുള്ള ആൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് അത് വ്യക്തമായിട്ട് പറയൂ അങ്ങ്. ആ പറയാതിരിക്കലാണ് അങ്ങയുടെ പോരായ്മ, മനസ്സിന് തൃപ്തിയില്ലാത്ത. ഇത്രയും വലിയ ഗ്രന്ഥങ്ങളൊക്കെ നിർമ്മിച്ചു, അത് ആളുകളെയൊക്കെ ഒരു തരത്തിൽ വഴിതെറ്റിക്കും. വീണ്ടും വീണ്ടും കർമ്മത്തിൽ ആസക്തന്മാരാക്കി അവരെ അധപ്പതിപ്പിക്കും. അതുകൊണ്ട് കർമ്മ മോക്ഷായ അല്ലേ കർമ്മം പറയേണ്ടത്, അതങ്ങ് വ്യക്തമായിട്ട് പറഞ്ഞില്ല. അത് അങ്ങയുടെ പോരായ്മ. പിന്നെ എത്ര അധപ്പതിച്ച ആളെ ഉയർത്താനായിട്ട് സത്സംഗത്തിന്, ഭഗവത് കഥയ്ക്ക് കഴിവുണ്ട്. എൻ്റെ തന്നെ കഥ പറഞ്ഞ് കേൾപ്പിക്കാമെന്ന് പറയും. ഉപബരിഹണൻ എന്നൊരു ഗന്ധർവനായിരുന്നു പണ്ട്. വലിയ സദസ്സിൽ ഋഷിമാരെയൊക്കെ കണ്ടപ്പോൾ വിവേകത്തോടുകൂടി പെരുമാറുന്നതിന് പകരം
അവരൊന്നും മാനിക്കാതെ പെരുമാറി. അത് കാരണം ഒരു ശാപം കിട്ടി. ഈ ഭൂമിയിൽ ഒരനാഥ ബാലനായി പിന്നെ ജനിക്കേണ്ടി വന്നു. ഗന്ധർവന്മാർ എന്ന് പറഞ്ഞാൽ ദേവലോകത്തിൽപ്പെട്ട ആൾ, ദേവവർഗത്തിൽപ്പെട്ട ആൾക്കാണ് ഗന്ധർവന്മാർ. അവർക്ക് ഈ ഭൂമി, അതിലൊരാൾക്ക് ഉപപരിഹണന് ഈ ഭൂമിയിൽ വന്ന് ഒരനാഥ ബാലൻ, അനാഥ സ്ത്രീയുടെ പുത്രനായിട്ട് ജനിക്കേണ്ടി വന്നു. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ചാതുർമാസ്യം വ്രതം അനുഷ്ഠിക്കാനായിട്ട് ആ ഗൃഹത്തിൽ കുറേ ഋഷിമാർ വന്നു. അവരെ പരിചരിക്കാനുള്ള ഭാഗ്യം കിട്ടി. അവരെനിക്ക് പറ്റുന്ന പണി പറഞ്ഞു തരും, അതെല്ലാം ചെയ്യും. അങ്ങനെ ജീവിച്ച് കുറേ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പോവായിട്ടോ ഉണ്ണി, ഞങ്ങളുടെ വ്രതക്കാലം കഴിഞ്ഞു എന്നുള്ളു. അവരെ വിട്ടുപിരിയാന്ന് പറഞ്ഞപ്പോൾ വല്ലാത്ത വിഷമമായി. എന്നെയും കൂടിയും കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. നിന്നെ എങ്ങനെയാണ് കൊണ്ടുപോകാൻ? നിനക്ക് 5 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഞങ്ങൾ എത്ര നാഴിക ഒരു ദിവസം നടക്കുക, നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. മാത്രമല്ല നിന്നെ എടുത്ത് നടന്നു എന്ന് വിചാരിച്ചാൽ തന്നെ നീ പോയി കഴിഞ്ഞാൽ നിൻ്റെ അമ്മ കരയില്ലേ, അമ്മ അനാഥയായിട്ട് തീരില്ലേ, നിന്നെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ ഇരിക്കണത്. അതുകൊണ്ട് അമ്മയെ ക്ഷമിപ്പിക്കാൻ പാടില്ല, പ്രായശ്ചിത്തമില്ലാത്ത പാപമാണത് എന്ന് പറഞ്ഞപ്പോൾ അമ്മയെ വിട്ടു പോകാനും വയ്യ, ഋഷിമാരെ വിട്ടു പോകാനും വയ്യ. ഞാൻ അവരെ പാദത്തിൽ തന്നെ നമസ്കരിച്ചു. അപ്പോൾ അവർ ശിരസിൽ കൈകൾ വച്ച് അനുഗ്രഹിച്ചുകൊണ്ട് ഭക്തി ഉണ്ടാവട്ടെ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അവർ പോവുകയും ചെയ്തു. അവർ കണ്ണിൽ നിന്ന് മറയുന്നവരെ അങ്ങനെ നോക്കി നിന്നു. പിന്നെയാണ് അത് കഴിഞ്ഞ് വീണ്ടും ആശ്രമത്തിൽ വന്നു. നാരദ മഹർഷി പറഞ്ഞിട്ടുണ്ട്, അങ്ങ് എല്ലാ ശാസ്ത്രങ്ങളിലെ സാരമെടുത്തൊരു ഗ്രന്ഥം നിർമ്മിക്കൂ, അപ്പോൾ അതിന് ഭാഗവതം എന്ന പേര് വരും. ഇതേവരെ നിർമ്മിച്ച പുരാണങ്ങൾക്കൊക്കെ അഗ്നിപുരാണം, വായുപുരാണം എന്നൊക്കെയല്ലേ പേര്. കാരണം എന്താ, ഭാഗവതം അതിന് പേരിടാൻ പറ്റില്ല, ഭഗവാനെക്കുറിച്ച് വേണ്ടത്ര പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഭഗവാനെക്കുറിച്ച് മാത്രം പറയുന്നത്. പുതിയ പുരാണമൊന്നും നിർമ്മിക്കണ്ട. ഇതേവരെ നിർമ്മിച്ച ഗ്രന്ഥങ്ങളിൽ എവിടെ ഭഗവാന്റെ അവതാരങ്ങൾ എങ്ങനെയൊക്കെ വർണ്ണിച്ചിട്ടുണ്ടോ അതെല്ലാം എടുത്ത് ഒരു ഗ്രന്ഥത്തിലാക്കുക. ഒരു 7 ദിവസം കൊണ്ട് പാഠഭാഗത്തിനുള്ള സപ്താഹമായിട്ട് നടത്താൻ പറ്റുന്ന ഒരു ഗ്രന്ഥമാക്കി തീർക്കുക. അപ്പോൾ ചിലത് ചുരുക്കേണ്ടി വരും, ചിലത് കൂടുതൽ വിസ്തരിക്കേണ്ടി വരും. അതെങ്ങനെ ആയാലാണ് ഭക്തി ഉണ്ടാവുക. നാരായണായേതി സമർപ്പയേത്തതെന്ന് പ്രത്യേകം പറയുന്ന രീതിയിലുള്ള ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ എത്ര അധപ്പതിച്ച ആളുകളെയും ഭഗവത് കഥയ്ക്ക് ഉയർത്താനുള്ള കഴിവുണ്ടെന്ന് നാരദ മഹർഷിയുടെ അനുഭവം കൊണ്ട്, അനുഭവ കഥയെന്ന് വ്യക്തമായി. അങ്ങനെയാണ് സരസ്വതി നദിയിൽ ഇറങ്ങി ആ ദേഹശുദ്ധിക്ക് വരെത്തി വന്ന് ഏകാന്തത്തിലിരുന്നപ്പോൾ ഭഗവാൻ തോന്നിച്ചു, ഏത് പുരാണത്തിൽ നിന്ന് എങ്ങനെ എടുക്കണം, എങ്ങനെയാണ് സംഗ്രഹിക്കേണ്ടത്, ഏതൊക്കെയാണ് അധികമായിട്ട് പറഞ്ഞേക്കണത്, തെറ്റിപ്പറഞ്ഞേക്കണത്, അതിനെ എങ്ങനെ ശരിയാക്കണം കാലത്തിനനുസരിച്ച് എന്നെല്ലാം ഓർമ്മ വന്നു. സമാധിന അനുസ്മര തദ്വിചേഷ്ടിതം. അങ്ങക്കെല്ലാം ഉള്ളിൽ തോന്നിക്കോളും, ഭഗവാനെ സ്മരിച്ചോളാം. അങ്ങനെ തോന്നിയത് എല്ലാ അവതാരങ്ങളും കണ്ട് അതിൻ്റെ സാരമെടുത്ത് നിർമ്മിച്ച ഗ്രന്ഥമാണ്. യസ്യാം വൈ ശ്രൂയമാണായ, യാതൊരു ഭാഗവതം കേട്ട് കഴിഞ്ഞാൽ ഭക്തി ഉണ്ടാവും, ശോകമോഹാദികളൊക്കെ ഇല്ലാതാക്കുന്ന എല്ലാവർക്കും ആ ഭക്തി ഉണ്ടാവും. അങ്ങനെയുള്ളതാണ് ഈ ശ്രീമദ് ഭാഗവത പുരാണം എന്ന് പറയുന്നത്. ഇങ്ങനെ ഗ്രന്ഥമൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞ് അത് ഗംഗാതീരത്തിൽ വച്ച് പ്രായോപവേശം ചെയ്തിരിക്കുന്ന പരീക്ഷത്തിനെ കേൾപ്പിക്കുകയുണ്ടായി ശുഖബ്രഹ്മർഷി. അങ്ങനെയാണ് ഞാൻ കേട്ടത്. സോഹമ്മ ശ്രാവയിഷ്യാമി, അത് പറഞ്ഞുതരാമെന്ന്. അപ്പോഴാണ് പരീക്ഷിത്ത് രത്നസിംഹാസനത്തിരിക്കേണ്ട ആളല്ലേ, എല്ലാം അപേക്ഷിച്ച് ഗംഗാതീരത്തിലെ മരണം വരെ ഉപവാസമായിട്ട് എന്തുകൊണ്ടിരുന്നു. എപ്പോഴാണ് ശുഖബ്രഹ്മർഷി വന്ന് എങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത് എല്ലാം പറഞ്ഞു തരുന്നു. അപ്പോഴാണ് പാണ്ഡവന്മാരുടെ അവസാന ചരിത്രം പറയണം. അതിനായിട്ട് വർണ്ണിക്കാൻ തുടങ്ങി. 18 ദിവസം വലിയ യുദ്ധം നടന്നു. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അവസാനം അതിലുണ്ടായുള്ളൂ. ദ്രോണപുത്രനായിട്ടുള്ള അശ്വത്ഥാമാവ് ദുര്യോധനെ പ്രിയം ചെയ്യാൻ പലതും നോക്കി എല്ലാം പരാജയമാണ്. ഒക്കെ ധർമ്മവിരോധമാണ്. യഥോ ധർമ്മ തഥോ ജയ. ധർമ്മമുള്ള ദിക്കിലേ ജയമുള്ളൂ. അപ്പോൾ ധർമ്മം വിട്ട് നടന്നപ്പോൾ സർവ്വപരാജയം. ഭീമസേനൻ്റെ അടികൊണ്ട് ദുര്യോധനൻ യുദ്ധക്കളത്തിൽ കിടക്കണോ അവശനായിട്ട്. പ്രാണം പോണതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് ചെയ്യണം ദുര്യോധന ഇഷ്ടമായത്. ഇവിടെ യുദ്ധം കഴിഞ്ഞ് 18 ദിവസം കഴിഞ്ഞപ്പോൾ നാളെ യുദ്ധത്തിന് പോകണ്ടല്ലോ, എല്ലാവരും സമാധാനമായിട്ട് കിടന്നുറങ്ങുമ്പോഴാണ്
അശ്വത്ഥാമാവ് വന്ന് പാഞ്ചാലിയുടെ പുത്രന്മാരെ കഴുത്ത് മുറിച്ച് കൊണ്ടുപോകണു. അല്ലാതെ ദീനമായിട്ട് കരയുന്നു. അർജുനൻ പ്രതിജ്ഞ ചെയ്തു, ആരാണോ ഈ ദുഷ്ടകർമ്മം ചെയ്തേ ആ ആളെ ഞാൻ പിടിച്ചു കൊണ്ടുവന്ന് നിൻ്റെ മുമ്പിൽ വെച്ച് ഇതുപോലെ കഴുത്ത് മുറിക്കാം. അതുമ്മ കയറി നിന്നുകൊണ്ട് മതി നീ ഉദകക്രിയകളൊക്കെ ചെയ്യാമെന്നു വീരോചിതമായിട്ടുള്ള പ്രതിജ്ഞ ചെയ്തു. പക്ഷെ ഇതൊന്നും തനിക്ക് ചെയ്യാൻ കഴിയില്ല. ഭഗവാൻ വേണം എല്ലാത്തിനും. എത്ര യോഗേശ്വര കൃഷ്ണ, എവിടെയാണോ ഭഗവാനുള്ളത് അവിടെ മാത്രമേ എല്ലാം പ്രവൃത്തി വേണ്ട പോലെ നടക്കാനുള്ളൂ. അങ്ങനെ കൃഷ്ണൻ തന്നെ തെളിക്കുന്ന തേരിൽ പോയി അശ്വത്ഥാമാവിനെ പിടികൂടാറായപ്പോഴേക്കും വലിയ അസ്ത്രം പ്രയോഗിക്കുന്നു. പാണ്ഡവന്മാർ പ്രത്യസ്ത്രം. അവസാനം അശ്വത്ഥാമാവിനെ പിടികൂടി കൊണ്ടുവരികയാണ്. കെട്ടി വരിഞ്ഞ് കൊണ്ടുവരുന്നു. അകലേന്ന് കണ്ടപ്പോൾ തന്നെ പാഞ്ചാലി പറഞ്ഞു, ഇദ്ദേഹനെ വിടൂ, അഴിച്ചുവിടൂ, ഗുരുപുത്രന. ഗുരുവിനെ തന്നെ ഉപദ്രവിച്ച പോലെയാണ് ഗുരുപുത്രനെ ഉപദ്രവിച്ചാലും. ആത്മാവൈ പുത്രനാമാസീന്ന, അഴിച്ചുവിടൂ എന്ന് പറഞ്ഞു. സജ്ജനങ്ങൾ അങ്ങനെയാണ്. അവനവനൊരു വിഷമം വന്നാൽ വേറെ ആർക്കും ആ വിഷമം ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കും. ഇപ്പോൾ ദ്രോണർ ശരീരം ഉപേക്ഷിച്ചു. ആ ദ്രോണപുത്രനാണ് അശ്വത്ഥാമാവ്. അമ്മ ജീവിച്ചിരിക്കുന്നുണ്ട് ഇപ്പോഴും. കൃപീദേവി വളരെ വയസ്സായിട്ട് പുത്രസ്നേഹം കൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്നതാണ്. അലി ദ്രോണരുടെ ആ ചിതയിൽ തന്നെ തൻ്റെ ശരീരം ഉപേക്ഷിച്ചാണ്. ഏകപുത്രനുള്ള സ്നേഹം കൊണ്ടേ ഇരിക്കുന്നതാണ്. ആ പുത്രൻ്റെ വിഷമം വന്നു എന്ന് കേട്ടാൽ അമ്മയ്ക്ക് അത് താങ്ങാൻ കഴിയില്ല. ഏതായാലും എനിക്ക് ഈ വിഷമം വന്നു, ഇനി വേറെ ആർക്കും അത് വരരുത് എന്നാണ് മഹാത്മാക്കൾ പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് അഴിച്ചുവിടൂ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് ഭീമാദികൾ പറയണു, കടന്നുറങ്ങുന്നവരെ വെട്ടിക്കൊന്നവനെയാണോ വെറുതെ വിടുന്നത്? കഴുത്ത് വെട്ടാൻ. എന്താ വേണ്ടതെന്ന് അറിയാതെ ആകെ വിഷമായി ഭഗവാന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും കഴുത്ത് വെട്ടലല്ലോ ശിക്ഷ. അതുകൊണ്ട് ആലോചിച്ച് ധർമ്മവിരോധം വരാതെ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ കാര്യം മനസ്സിലായി. വധത്തേക്കാൾ വലിയ ശിക്ഷ കൊടുക്കണം തീരുമാനിച്ചു. അഭിമാനികൾക്ക് വധത്തേക്കാൾ വലുതാണല്ലോ അപമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് ശിരസ്സൊക്കെ മുണ്ഡനം ചെയ്ത് നഗരത്തിൽ നിന്നെല്ലാം ധനമെല്ലാം അപഹരിച്ചെടുത്ത് നഗരത്തിൽ നിന്ന് പുറത്താക്കി. അത്രയും വലിയ, അപ്പോൾ മരണത്തേക്കാൾ വലിയ ശിക്ഷ തന്നെ കൊടുത്തു. വധശിക്ഷയേക്കാൾ വലിയ ശിക്ഷ കൊടുത്തു. വീണ്ടും ഒരു പ്രതികാരമൂർത്തിയായിട്ട് ഈ വംശം തന്നെ ഇല്ലാതാക്കണം എന്ന് വിചാരിച്ച് വലിയ അസ്ത്രം പ്രയോഗിക്കുന്നു. അത് പാഞ്ഞു വരുമ്പോഴാണ് ഉത്തരാദേവി പ്രസവിച്ചുണ്ടാകുന്ന ആ ബാലൻ വേണം വംശത്തെ നിർത്താൻ. അത് തന്നെ ഇല്ലാതാക്കാൻ നോക്കണം. അപ്പോഴാണ് പാഹി പാഹി മഹായോ ഇൻ ദേവദേവ ജഗൽപദേ നാന്യന്തഭയം പശ്യേ എത്ര മൃത്യുഹു പരസ്പരം. ഭഗവാനെ ഇതാ വലിയൊരു അഗ്നി പിണ്ഡം വരുന്നു, കത്തി ജ്വലിച്ചു വരുന്നു അഗ്നി. എന്നെ വേണമെങ്കിൽ ദഹിപ്പിച്ചു പറഞ്ഞോട്ടെ, പക്ഷേ വംശത്തിനെ നിലനിർത്താനുള്ള എൻ്റെ ഉള്ളിലുള്ള ഈ ഗർഭത്തിന് ദോഷം വരരുത്, ഉണ്ണിക്ക് ദോഷം വരരുത്, രക്ഷിക്കണേ ഭഗവാനെ അവിടെ നിന്നല്ലാണ്ട് ആരുമില്ല എന്നോ. അപ്പോഴാണ് ഭഗവാൻ ഉത്തരാഗർഭത്തിൽ പ്രവേശിച്ച് ആ ബാലനെ രക്ഷിച്ചു എന്നാണ്. ആ വസ്ത്രം വന്നുകൊണ്ട് കത്തി കരിഞ്ഞ പോലെ ഇതാ ഭഗവാൻ സ്പൃഷ്ടമാത്രസ്തു കൃഷ്ണേന പ്രാപദ്യത ചേതനം. ഭഗവാൻ ഒന്ന് സ്പർശിച്ചപ്പോഴേക്കും ആ കരിഞ്ഞ ശരീരമൊക്കെ പോയി, നല്ല ശരീരം കിട്ടി. പ്രസവം വരെ ഭഗവാൻ അങ്ങനെ രക്ഷിച്ചുകൊണ്ട് ചുറ്റും സഞ്ചരിക്കേണ്ടായിരുന്നു. അങ്ങനെ ആ രക്ഷിച്ച് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ പാണ്ഡവന്മാർക്ക് വേണ്ടൊക്കെ ചെയ്തു കൊടുത്ത് ദ്വാരകയിലേക്ക് ഭഗവാൻ പുറപ്പെടുന്നു. അപ്പോഴാണ് പലപ്പോഴും പുറപ്പെടും, വേണ്ട കൃഷ്ണ എന്നൊക്കെ പറഞ്ഞു നിർത്തും, പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒരു ദിവസം പുറപ്പെട്ടപ്പോഴാണ് കുന്തിദേവി നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. ഭഗവാനെ അവിടെ നിന്ന് എല്ലാ ദിക്കിലുണ്ട്. അന്തഃ ബഹി, ഉള്ളിലും പുറത്തും എല്ലാം ഉണ്ടെങ്കിലും കാണാൻ പറ്റില്ല. മായാജവനികാച്ഛന്നം, മായയാകുന്ന ഒരു തിരശ്ശീല കൊണ്ട് മറഞ്ഞിരിക്കുക.
നടൻ രംഗത്ത് വന്നാലും തിരശ്ശീല മാറ്റിയാലേ കാണാൻ പറ്റില്ല. പിന്നെ നടൻ എന്തഭിനയിക്കുന്നുവോ അതൊക്കെ കാണികൾക്ക് കാണാം എന്നല്ലാതെ നടൻ ആരാന്ന് മനസ്സിലാവില്ല ആർക്കും. അതുപോലെയല്ലേ ഭഗവാനെ അവിടുത്തെ പ്രവൃത്തികൾ എല്ലാം തന്നെ ഇതുപോലെ മായ കൊണ്ട് കാണിക്കണതല്ലേ. എന്നാലും കുറച്ചൊക്കെ മനസ്സിലാവും. ശരിക്കും അഭിനയം അറിയില്ലെങ്കിലും നടൻ്റെ പ്രവൃത്തികൾ കണ്ട് കുറേയൊക്കെ ആൾക്കാർ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെയല്ലേ കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. വസുദേവരുടെയും ദേവകിയുടെയും പുത്രൻ, ഇതാണോ ഭഗവാന്റെ ശരിയായിട്ടുള്ള രൂപം? അത് ഭക്തരക്ഷണത്തിന് വേണ്ടി സ്വീകരിച്ച രൂപ, നടൻ വേഷം കെട്ടുന്ന പോലെ. പിന്നെ ഒരു 12 വർഷം നന്ദഗോപരുടെ പുത്രനായിട്ട് അങ്ങനെ ആൾക്കാരറിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീടാണ് അല്ലാന്നറിഞ്ഞത്. അപ്പോൾ ഇതൊക്കെ അവിടുത്തെ അത്ഭുതമായ മായ കൊണ്ടുള്ള പ്രവൃത്തിയാണ്. വേണ്ട പോലെ മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് പറ്റില്ല. എന്നാലും മനസ്സിലാക്കിയത് പറയാം എന്ന് പറഞ്ഞ് ഒരു കാര്യം മാത്രമേ പ്രാർത്ഥനയുള്ളൂ. ആൾക്കാർ പറയും ഇത്ര ഭക്തന്മാരായിട്ട് എന്ത് കാര്യം, പാണ്ഡവന്മാർക്ക് ആപത്ത് വന്നില്ലേ, എന്തെല്ലാം യാഗം ചെയ്തു, വനവാസം വേണ്ടി വന്നില്ലേ എന്നൊക്കെ പറയും. അതെല്ലാം തന്നെ ഞങ്ങൾക്ക് അനുഗ്രഹം. അല്ലെങ്കിൽ രാജ്യം കിട്ടിയിട്ട് രാജ്യത്തിൽ സുഖനുഭവിച്ചുകൊണ്ടിരുന്നാലോ അവസാനം എത്തിയാൽ പോലും ഭഗവാനെ ഒന്നും സ്മരിക്കലുണ്ടാവില്ല. ആപത്ത് വന്നപ്പോഴോ എന്ത് വന്നാലും കൃഷ്ണാന്ന് ഞങ്ങൾക്ക് വിളിക്കാൻ കഴിയും. അതുകൊണ്ട് വനവാസമൊക്കെ വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങൾക്ക്. എത്ര ഋഷിമാരെ, എത്ര ഭക്തന്മാരെ, സജ്ജനങ്ങളെ കാണാൻ കഴിഞ്ഞു. ഇതൊക്കെ വനത്തിൽ പോകണ്ട, ഞങ്ങൾക്ക് ആപത്തല്ലാതെ കൃഷ്ണനെ ഓർമ്മിപ്പിക്കുന്ന എന്തനുഭവം ഉണ്ടോ അതൊക്കെ സമ്പത്ത്. കൃഷ്ണനെ മറപ്പിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ആപത്ത് എന്നാണ്. അതുകൊണ്ട് വിപദാഹ സന്തു നശ്വത് തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യസ്യാത് അപുനർഭവ ദർശനം. എത്രയും ആപത്തിന് ശക്തി കൂടണോ അത്രയും ഭഗവാനെ വിളിക്കുന്നതിന് ശക്തി കൂടും. അതോടുകൂടി ഭഗവാനെ ദർശിക്കാനും അതുവഴി വീണ്ടും ഒരു ശരീരം എടുക്കേണ്ടാത്ത അവസ്ഥയിലേക്ക് മനുഷ്യന് ഉയരാനായിട്ട് കഴിയും. അതുകൊണ്ട് ഭഗവാനെ ഞങ്ങൾക്ക് അവിടുത്തെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ആപത്ത് എല്ലാം സമ്പത്തായിട്ട് ഞങ്ങൾ കരുതണോ, വീണ്ടും തരണമെന്നുള്ളൂ. പിന്നെ എന്തു വന്നാലും മനസ്സ് മറ്റെങ്ങും പോകരുത്. ഗംഗാനദി എങ്ങനെയാണോ സമുദ്രത്തിലേക്ക് ഒഴുകുന്നത്, ആര് തടുത്താലും നിൽക്കാതെ, അതുപോലെ മനസ്സ് ത്വയിമേനന്യ വിഷയാമതിർ മധുപതേ സകൃത, അവിടുത്തെ മാത്രമായിട്ട് തീരണം മനസ്സ്. ഇതൊറ്റ പ്രാർത്ഥനയുള്ളൂ എന്ന് പറഞ്ഞ് കുന്ദേവി പ്രാർത്ഥിച്ചു. ആ ദേവിയുടെ പ്രാർത്ഥനയായിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? മന്ദഞ്ജഹാസ വൈകുണ്ഠോ മോഹയന്നിവമായ. ശരി, അങ്ങനെയൊക്കെ വരട്ടെ എന്നൊന്നും പറഞ്ഞില്ല. ഭഗവാൻ ഒന്ന് ചിരിച്ചുള്ളൂ. ഭഗവാന്റെ അതിസുന്ദര മന്ദഹാസം കണ്ടു കഴിഞ്ഞാൽ പിന്നെ മനസ്സ് എവിടേക്കാ എങ്ങും പോവില്ല ഭഗവാൻ. അങ്ങനെയാണ് ഭഗവാൻ അനുഗ്രഹിച്ചത്. വിചിത്രരൂപാഹ തവ ഖൽവ അനുഗ്രഹ. ഭഗവാന്റെ അനുഗ്രഹം ഇന്ന തരത്തിലെന്ന് പറയാൻ പറ്റില്ല. അതായത് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ എങ്ങനെയായാലാണോ അവർക്ക് ശരിക്കും അനുഗ്രഹമാവുക ആ രീതിയിൽ ഭഗവാന്റെ. ഇവിടെ മനോഹരമായിട്ടൊന്ന് ചിരിച്ചുള്ളൂ. അതോടുകൂടി യോഗീശ്വരന്മാരുടെ മനസ്സ് വിഷയത്തിൽ നിന്ന് എങ്ങനെ വേർപെട്ട് ഭഗവാനിലെ ബ്രഹ്മത്തിലെത്തണോ അതുപോലെ ആയിത്തീർന്നു. ഭഗവാന്റെ ആ പുഞ്ചിരി തോന്നുന്ന മുഖത്തിലായിത്തീർന്നു. ഇങ്ങനെ അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞാണ് പിന്നെയും ഭഗവാൻ എല്ലാ വേണ്ടവന്മാർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത് യാഗങ്ങളൊക്കെ ചെയ്യിച്ച് വീണ്ടും പോകാനായിട്ട് പോയിക്കുക. അപ്പോൾ പാണ്ഡവന്മാർക്കെല്ലാം കിട്ടിയെന്നുണ്ടെങ്കിലും രാജ്യമൊക്കെ കിട്ടിയെന്നുണ്ടെങ്കിലും യുധിഷ്ഠിരനൊക്കെ വല്ലാതൊരു വിഷമം. ഈ വലിയ യുദ്ധം നടന്നു, എത്രയോ ആളുകളുടെ പ്രാണനില്ലാതായി, എത്ര അനാഥരായിട്ട് തീർന്നു. ഇതിനൊക്കെ താനല്ലേ കാരണം എന്ന് വിചാരിച്ച് ദുഃഖിച്ചു. ഭഗവാൻ ഉപദേശിച്ചു, എത്രയോ ഋഷീശ്വരന്മാരവിടെ ഉണ്ട്, അവർ ഉപദേശിച്ചു നോക്കി, എന്നിട്ടൊന്നും കാര്യമില്ല. ഭഗവാന് പറഞ്ഞു കൊടുക്കാൻ അറിയായല്ലോ. ഭഗവാന്റെ സങ്കല്പം മറ്റൊന്നാണ്. ഭഗവാന്റെ ഏകാന്ത ഭക്തരായിട്ടുള്ള വലിയൊരാളുണ്ട്,
സർവധർമ്മഭൃതാം ശ്രേഷ്ഠ. അങ്ങനെയുള്ള ഭീഷ്മരുടെ മഹത്വം ഇവരാരും മനസ്സിലാക്കിയിട്ടില്ല. തൻ്റെ അവതാരത്തിൻ്റെ രഹസ്യം അതും ആ ഭീഷ്മരെ കൊണ്ട് പറയിപ്പിക്കണം. തൻ്റെ അവതാരം എന്നതിനാന്നൊക്കെ താൻ തന്നെ പറഞ്ഞാൽ അവനവൻ്റെ യോഗ്യത അവനവൻ തന്നെ പറഞ്ഞാൽ കാര്യമില്ല. ഭീഷ്മരെ കൊണ്ട് പറയിപ്പിക്കണമെന്ന് വിചാരിച്ച് ഭഗവാൻ പറയണു ഇവരോട്, ഞങ്ങളൊക്കെ ഇത്രയും പറഞ്ഞു തന്നിട്ടും അങ്ങക്ക് വിവേകം വരുന്നില്ലെങ്കിൽ ഇനിതെല്ലാം പറഞ്ഞു തരാൻ ഒരാളേ ഉള്ളൂ, വേഗം ചെന്നാലേ കാണാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞ് അവരെല്ലാവരും കൂട്ടിക്കൊണ്ട് ഭീഷ്മരുടെ അടുക്ക ചെല്ലുന്ന, ഭീഷ്മരെ കൊണ്ട് ഉപദേശിപ്പിക്കുന്നത്, ഭീഷ്മർ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഭഗവാനിൽ ലയിക്കുന്നതും വർണ്ണിക്കുകയാണ് 9-ാമത്തെ അധ്യായം. സൂതൗവാച ഇതി ഭീതപ്രജാദ്രോഹാൽ സർവധർമ്മവീൽസയ തതോ വിനശനം പ്രാഗാത് യത്ര ദേവവ്രതോ പതത തദാ തേ ഭ്രാതരഃ സർവേ സദസ്വൈഃ സ്വർണ്ണഭൂഷിതൈഃ അന്വഗച്ഛന്നർത്ഥൈർവിപ്രാഃ വ്യാസധൗമ്യാദയസ്തഥാ ഭഗവാനപി വിപ്രരിഷേരഥേന സ ധനഞ്ജയ സതൈർവ്യരോചതർവ കുബേരൈവ ഗുഹ്യകൈഃ ദൃഷ്ട്വാ നിപതിതം ഭൂമൗ ദിവശ്ച്യുതമിവാമരം പ്രണയമോ പാണ്ഡവാ ഭീഷ്മം സാനുഗാ സഹചക്രിണാം തത്ര ബ്രഹ്മർഷയഃ സർവേ ദേവർഷയശ്ച സത്തമാം രാജർഷയശ്ച തത്രാസൻ ദൃഷ്ടും ഭരതപുംഗവം പർവ്വതോ നാരദോ ധൗമ്യോ ഭഗവാൻ ബാദരായണ ബൃഹദശ്വോ ഭരദ്വാജാഃ സ്വശിഷ്യോ രേണുകാസുതാം വസിഷ്ഠ ഇന്ദ്രപ്രമദസ്തൃതോ വൃക്ഷമദോസിതാ കക്ഷീവാൻ ഗൗതമോത്രശ്ച കൗശികോഥ സുദർശനാം അന്യേ ച മുനയോ ബ്രഹ്മൻ ബ്രഹ്മരാദാദയോ മലാഃ ശിഷ്യൈരുവേദാജഗ്മു കശ്യപാംഗിരസാദയഃ താൻ സമേതാൻ മഹാഭാഗാനുപലഭ്യ വസൂത്തമ പൂജയാമാസ ധർമ്മജ്ഞോ ദേശകാലവിഭാഗവിദ് കൃഷ്ണം ച തത്പ്രഭാവജ്ഞാസീനം ജഗദീശ്വരം ഹൃദിസ്ഥം പൂജയാമാസ മായയോപാത്തവിഗ്രഹം പാണ്ഡുപുത്രാനുപാസീനൻ പ്രശ്രയപ്രേമസംഗതൻ അഭ്യാസഷ്ടാനുരാഗാശ്രൈരന്ധീഭൂതേന ചക്ഷുഷാം അഹോ കഷ്ടമഹോന്യായം യദ്യൂയം ധർമ്മനന്ദനാഹം ജീവിതും നാരഹിതക്ലിഷ്ടം വിപ്രധർമാച്യുതാശ്രയാഃ സംസ്ഥിതേതി രഥോ പാണ്ഡു അതിരഥേ പാണ്ഡോ വൃഥാ ബാലപ്രജാവധൂ യുഷ്മൽകൃതേ ബഹൂൻ ക്ലേശാൻ പ്രാപ്താതോകവതീമുഹോ സർവം കാലകൃതം മന്യേ ഭവതാം ചേതപ്രിയം സപാലോ യദ്വശേ ലോകോ വായോരിവഘനാവലിഃ യത്ര ധർമ്മസുതോ രാജ ദദാപാണീഃ മൃഗോദര കൃഷ്ണോ സ്ത്രീ ഗാണ്ഡിവം ചാപം സുബലകൃഷ്ണസ്തതോ യുവത നഹ്യസ്യാ കർഹിചിദ്രാജൻ പുമാൻ വേദവിധിൽസിതം യദ്വിജിജ്ഞാസയാ യുക്താ മുഹ്യന്തി കവയോഭിഃ തസ്മാദിദം ദൈവതന്ത്രം വ്യപസ്യ ഭരതഋഷഭാം തസ്യാനുവിഹിതോ നാഥ പാഹി പ്രജാപ്രഭോ ഏഷ വൈ ഭഗവാൻ സാക്ഷാദാദ്യോ നാരായണ പുമാൻ മോഹയന്മായയാ ലോകം ഗൂഢശ്ചരതി വിഷ്ണുഷു അസ്യാനുഭാവം ഭഗവാൻ വേദഗുഹ്യതമം ശിവാം ദേവർഷിർനാരദ സാക്ഷാൽ ഭഗവാൻ കപിലോ നൃപാം യം മന്യസേ മാതുലേയം പ്രിയം മിത്രം സുഹൃത്തമം അകരോ സജീവം ദൂതം സൗഹൃദാദഥ സാരഥിം സർവാത്മനസ്സമതിശോ ഹ്യദ്വയസ്യാനഹം കൃതേഹം തൽകൃതം അതിവൈഷമ്യം നിരവധ്യസ്യ ന ക്വചിത് തഥാപ്യേകാന്തഭക്തേഷു പശ്യ ഭൂപാനുകമ്പിതം യന്മേ സോസ്തി സാക്ഷാത് കൃഷ്ണോ ദർശനമാഗതഃ ഭക്തിയാവേശ്യമനോയസ്മിൻ ഭാഷ യന്നാമകീർത്തയൻ ത്യജൻ കളയപരം യോഗീ മുച്യത്തെ കാമകർമ്മഭിः സ ദേവദേവോ ഭഗവാൻ പ്രതീക്ഷതാം കളയപരം യാവതിദം ഹിനോമ്യഹം പ്രസന്നഃ സാരണലോചനോല്ലസന്മുഖാംബുജോ ധ്യാനപഥശ്ചതുർഭുജഃ സൂതോവാച യുധിഷ്ഠിരസ്തദാകർണ്യ ശയാനം ശരപഞ്ജരെ അപൃച്ഛദ്വിധൻ ധർമാൻ ഋഷീണം ചാനുശൃണ്വതാം പുരുഷസ്വഭാവവിഹിതന്യഥാ വർണ്ണം യഥാശ്രമം വൈരാഗ്യരാഗോപാധിഭ്യാം ആംനാദോഭയലക്ഷണാൻ ദാനധർമാൻ രാജധർമാൻ മോക്ഷധർമാൻ വിഭാഗശ സ്ത്രീധർമാൻ ഭഗവദ്ധർമാൻ സമാസവ്യാസയോഗദഃ ധർമാർത്ഥകാമമോക്ഷാംശ സഹോപായാൻ യഥാ മുനെ നാനാഖ്യാനേതിഹാസേഷു വർണ്ണയാമാസ തത്വൈത് ധർമ്മം പ്രവദസ്തസ്യാസകാല പ്രത്യുപസ്ഥിത യോ യോഗിനശ്ചന്ദമൃത്യോർവാഞ്ചിതസ്തു ഉത്തരായണഃ തദോപസംവൃത്തികിരഃ സഹസ്രണീഃ
വിമുക്തസംഗമനാദിപൂരുഷേ കൃഷ്ണേ ലസൽപീതപടേ ചതുർഭുജേ പുരസ്ഥിതേ മീലിതദിർവ്യധാരയത് വിശുദ്ധയാ ധാരണയാ ഹതാശുഭസ്തദീക്ഷയൈവാശു ഗതായുധവ്യഥ നിവൃത്ത സർവേന്ദ്രിയവൃത്തിവിഭ്രമസ്തുഷ്ടാവ ജന്യം വിസൃജൻ ജനാർദ്ദനം.